അജയേന്ദ്രൻ നായരെ പോലുള്ള ഒരാൾക്ക് പണം കടം തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ രമേശിന്റെ കെയർ ഓഫിൽ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് കച്ചവടക്കാർക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് തിരിച്ചു തരാറുണ്ട്. പിന്നെ കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് മുടക്കം വരാൻ രമേശ് സമ്മതിക്കാറില്ല. അയ്യോ, ഇതിന് കമ്മീഷൻ ഒന്നുമില്ല, ഇത് നമ്മുടെ സ്വന്തം ആളല്ലേ. അതെ. അപ്പോ എത്ര നാളത്തേക്കാ പണം വേണ്ടത്? ഒരു മാസം, അപ്പോഴേക്കും ഫണ്ട് വരും. ആയിക്കോട്ടെ, എങ്കിലൊരു ധൈര്യത്തിന് ഒരു 3 മാസത്തെ അവധി വെക്കാം. ഈ മണി ഫ്ലോയുടെ കാര്യമാണല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാ പിന്നെ വിഷമിക്കാൻ നിൽക്കണ്ടല്ലോ. സാധാരണ വീക്കിലി കളക്ഷൻ ബേസിലാണ് ഞങ്ങൾ പണം കൊടുക്കാറ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രം ആ ഉപകാരം തിരിച്ചിങ്ങോട്ടും വേണം. നായരുടെ കയ്യിൽ പൈസ വരുമ്പോ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിടാൻ നിൽക്കണ്ടെന്നർത്ഥം. ഞങ്ങളെ ഏൽപ്പിച്ച ഇരട്ടിയായി തിരിച്ചു തരും. അതെ, ആലോചിക്കാം. അപ്പൊ ബിസിനസ് നിങ്ങൾ തമ്മിൽ നേരിട്ടായ തന്നെ ഞങ്ങൾ മറക്കൂ രമേശ. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. നാളെ രജിസ്ട്രേഷന് മുമ്പായി പണം അവിടെ എത്തിയിരിക്കും. ഒരു പുതിയ ബിസിനസ് ഡീൽ തുടങ്ങുന്നതിന് മുമ്പ് അതൊരു 2 പെഗൊഴിച്ച് നനച്ചുറപ്പിക്കുന്നല്ലേ നല്ലത്. അതിനെന്താ എന്താ സംശയം? എന്നാ പിന്നെ നനയ്ക്ക് തന്നെ. ഇത് കണ്ടോ എടുത്തി, വഴിയിലെങ്ങാണ്ട് കിടന്നിരുന്ന പൂച്ചയാ. കാലം മുറിഞ്ഞിരിക്കാന്നും പറഞ്ഞ് അതിനെയും പിടിച്ചുകൊണ്ടുവന്ന് ദേ ഇപ്പം മരുന്ന് വെച്ച് കിട്ടുക. ഇവളാരാ, വെറ്റിനറി ഡോക്ടറോ? ദേ അച്ചു, അല്ലെങ്കിൽ തന്നെ നിന്റെ പൂച്ച അച്ഛനും തമ്മിൽ കടിപിടിയാ. ഇനി ഇതിനെ കൂടി കണ്ട ഇതേതാ കാറ്? ഇനി ഇതാണ് നമ്മുടെ കാറ്. അപ്പൊ മറ്റേതോ? വിറ്റു. അയ്യോ, അത് വിറ്റോ? എടി, കാർ എങ്ങനെയുണ്ടെന്ന് പറ. കലക്കി. കണ്ടാ, അവൾക്ക് വിവരമുണ്ട്. എടി, നിലയും വിലയും മാറുന്നതനുസരിച്ച് ജീവിത സാഹചര്യങ്ങളും മാറണം. പണ്ട് കാലത്ത് നാട്ടിൽ 1-2 കുടുംബങ്ങളെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരുണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, എല്ലാവന്റെ കയ്യിലും പൂത്ത കാശ. അതിന്റെ ഇടയിൽ ഇത്തിരി പരിഗണന കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണം. അതിലും ഭേദം എന്റെ കയ്യിൽ ഇത്ര നീക്കിയിരിപ്പുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ് എന്നൊരു നോട്ടീസ് അടിച്ചിറക്കിയാ പോരെ. ആ പത്രക്കാരന്റെ കയ്യിൽ കൊടുത്താൽ രാവിലെ തന്നെ എല്ലാ വീട്ടിലും എത്തും. നീ അല്ലെങ്കിൽ കൊനഷ്ടേ പറയൂ. ഇറങ്ങി പുറത്തേക്ക്. ഈ വൃത്തികെട്ട മൃഗത്തിനെയും കൊണ്ടാണോ ഇതിനകത്ത് കയറുന്നത്? മൃഗോ? പിന്നല്ലാതെ ഇതെന്താ പക്ഷിയാ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വണ്ടിക്കകത്ത് അവൾക്ക് കേറ്റാൻ കണ്ടൊരു സാധനം. ഈ പൂച്ച ഇപ്പൊ ഇതിനകത്ത് കയറിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? എനിക്കിഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അജേന്ദ്രൻ നായരുടെ വീട്ടിലെ പൂച്ചയ്ക്കും കാണില്ല ഇച്ചിരി ഗമ്മയും പത്രാസും ഒക്കെ. ഈ വീട്ടിലെ പൂച്ച വരെ ബെഞ്ചിലാ പോണേന്ന് പറയാലോ. എന്റെ അപ്പനായിട്ട് തുടങ്ങിയതായി ടാക്കീസ്. അന്ന് പ്രേമനസീർ വന്നിട്ട് അത് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കൊച്ചു കുട്ടിയായിരുന്നു. ഉദയായുടെ പൊന്നാപുരം കോട്ടയായിരുന്നു ഉദ്ഘാടന ചിത്രം. നമ്മൾ അതൊരു 5-8 പ്രാവശ്യങ്ങൾ കണ്ടേ സുഗത? എനിക്കെങ്ങും ഓർമ്മയില്ല, ഞാൻ തൂറിൽ പിടിച്ചെടുക്കായിരുന്നു. കണ്ടിട്ടുണ്ട് സുഗത, കണ്ടിട്ടുണ്ട്. തറയിലും ബെഞ്ചിലും ഒക്കെ ആയിട്ടിരുന്ന് എത്ര പടങ്ങളാ കണ്ടിട്ടുള്ളത്. അത് തന്നെ സ്വന്തമാക്കാന്നൊക്കെ പറയുമ്പോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും. എന്താ സുഗത ഒരു താല്പര്യമില്ലാണ്ട്? സിനിമ കാണാൻ തിയേറ്റർ വാങ്ങേണ്ട കാര്യമില്ലല്ലോ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. സുഗതേട്ടാ, നിങ്ങൾ മീൻ വിൽക്കണ പോലെ എല്ലാം കാണരുത്. സുഗത, ഈ സിനിമാ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ മനസ്സാ. ജാതിയും മതവും പണവും ഒന്നും നോക്കാതെ ആളുകൾ ഒത്തൊരുമിച്ച് വന്നിരിക്കുന്ന ഒരേയൊരു സ്ഥലം സിനിമാ ടാക്കീസ് മാത്രം. അപ്പൊ ബാറാ, അവിടെ ജാതിയൊക്കെ ആണല്ലോ കച്ചവടം. പലരും വന്നതാ. ചിലവര് കല്യാണ മണ്ഡപം, ചിലവർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ്. പക്ഷെ തിയേറ്റർ നടത്താൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് എനിക്ക് വാശി. അതെന്തായാലും നന്നായി. ആദ്യം നമുക്കിതൊന്ന് പൊളിച്ച് പണിയണം. സീറ്റൊക്കെ മാറ്റി AC വെച്ച് ഡീറ്റെയിൽസ് ആക്കി റിലീസ് പടം തന്നെ കൊണ്ടുവന്ന് കളിപ്പിക്കണം. അന്ന് പ്രേംനസീർ വന്നെങ്കിൽ ഇന്ന് മമ്മൂട്ടിയെ കൊണ്ടുവരണം. ഒപ്പം മോഹൻലാലും ആയിക്കോട്ടെ. ഇത് വിൽക്കണ കാര്യം ആലോചിക്കുമ്പോ എന്റെ ചങ്ക് പടയ്ക്കാ മോനെ. പക്ഷെ പിള്ളേർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് തന്നു വിചാരിച്ച് എപ്പോ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒരു കസേര വർഗീസേട്ടനായിട്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും. കസേരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കച്ചവടം പറയും. 6 മാസത്തെ എഗ്രിമെന്റ്, ഒരു 5 ലക്ഷം റുപ്യ ഇപ്പൊ കയ്യിലേക്ക് തരും. ബാക്കി 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷന്റെ സമയത്ത്. അതൊന്നും പറ്റില്ല, റെഡി കേഷൻ ആളുള്ളതാ. എന്നാ ഇങ്ങനെ വേണമെങ്കിൽ ഇത് അവർക്ക് കൊടുത്തോട്ടെ, നമുക്ക് പോവാ. അങ്ങനെയല്ല, തീരെ 6 മാസം കഴിഞ്ഞ് മതി. അവർക്ക് തിയേറ്റർ നടത്താനല്ല, നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. മോൻ ഐശ്വര്യമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് അഡ്വാൻസ് തന്നെ. ഇവിടെ കിഴക്ക് എവിടെയാ? അതെ, കിഴക്കോട്ട് തിരിഞ്ഞ് തന്നാലും പടിഞ്ഞാട്ട് നിന്ന് വാങ്ങിക്കുന്നതിൽ ഐശ്വര്യ കുറവൊന്നുമില്ലല്ലോ. ഏതായാലും കച്ചവടം നടക്കട്ടെ, എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ, ഞാൻ പോവേണം. ചാളയുടെ അയിലയുടെ വില അല്ലാതെ വേറെ ഒന്നും അറിയാൻ പാടില്ലാത്ത കിഴങ്ങനാ. മേലാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു ബിസിനസ് ചെയ്യുമ്പോ കൂടെ കൊണ്ടുവരരുത്. പാവല്ല. എന്ത് പാവം? കാശിതാ മോനെ. കൊള്ളാം കാര്യങ്ങള്. പണ്ടത്തെ കാലത്തെ 4 കെട്ട് ഉണ്ടാക്കാൻ പോവാ, ആർക്കും വേണ്ടാത്ത തിയേറ്റർ വാങ്ങുക. ഇവന്റെ പോക്കിത് എങ്ങോട്ട് രശ്മി? എന്തെങ്കിലും ചോദിച്ചാൽ പഴയ വില്ലേജ് ഓഫീസിലെ പ്യൂണായി ജീവിച്ചിരുന്നെങ്കിൽ
ഇപ്പോഴത്തെ നിലയിൽ കഴിയാൻ പറ്റുമായിരുന്നോ എന്നാ തിരിച്ച് ചോദിക്കാം. ഒന്നോർത്ത അതും ശരിയാണല്ലോ. ദേ അച്ഛനിനി ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. എൻ്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അജയേട്ടന് നാണക്കേടാവും. ഇന്ന് ചിലത് നേരിട്ട് അറിയാനാ ഞാൻ വന്നത്. അച്ഛനെ പോന്നു ഒരു ഡ്രൈവർ അന്വേഷിച്ച് ഇറങ്ങിയതാ. വണ്ടി ഓടിച്ച് വയ്യാണ്ടായി. അയ്യോ, എൻ്റെ മോൻ ബെൻസ് ഓടിച്ച് ക്ഷീണിച്ചാ വരണേന്ന് വെച്ചാൽ അച്ഛൻ പിന്നെ വരാം. എന്താ ഒരു പരിഹാസം? നീ ഈ നാട്ടിലല്ലേ ജീവിക്കണത്? പത്രങ്ങളൊന്നും കാണാറില്ലേ? ഒരു ഗമയ്ക്ക് 3-4 പത്രങ്ങൾ വീട്ടിൽ വരുത്തുന്നതല്ലാതെ തുറന്നു നോക്കാറുണ്ടോ? ആ വർഗീസിന്റെ ടാക്കീസിന് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് നീ ഒരു വാക്ക് എന്നോട് ചോദിച്ചോ? നാട്ടിലെ സിനിമാ ടാക്കീസ് മുഴുവൻ ആളുകൾ കല്യാണ മണ്ഡപമാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിലാണ് പഴയ തിയേറ്റർ വാങ്ങാൻ നടക്കണേ. പതിവില്ലാത്ത വരവ് കണ്ടപ്പോൾ തന്നെ തോന്നി ഉപദേശിക്കാനായിരിക്കുന്നു. ഈ വീടിനിപ്പോൾ എന്താ ഒരു കുഴപ്പം? ഇതീ കിടന്ന് ഉറക്കം വരാഞ്ഞിട്ടാണോ നീ 4 കെട്ട് കെട്ടാൻ പോണേ? ഇത് മലയാളികളുടെ ഒരു സൂക്കേടാ. സ്കൂട്ടർ ഉള്ളവന് പിന്നെ മാരുതി കാറ് വേണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതും പോരാ, വീടിന്റെ മുമ്പിൽ ബെൻസ് കിടന്നാലേ ഉറക്കം വരും. ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാൻ 1000-2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ധാരാളാ. പക്ഷെ അയൽവക്കത്ത് ഒരു വലിയ വീട് പൊങ്ങിയ അപ്പൊ തുടങ്ങി ക്രിമികടി. കയ്യിൽ 4 ചക്രം ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ചാലല്ലേ സമാധാനമുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ കാശുണ്ടാക്കണേലും ചെലവാക്കണേലും ഒരു സ്റ്റാറ്റസ് ഇല്ലടാ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ സ്റ്റാറ്റസ് എന്ന്. എന്റെ സ്റ്റാറ്റസിന് എന്താ ഒരു കുറവ്? 3-4 മാസം കഴിഞ്ഞാലേ എന്റെ കയ്യിൽ വരാൻ പോകുന്നത് കോടികളാ. അതെങ്ങനെ ചെലവാക്കണം എന്ന് എനിക്കറിയാം. നീ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ 4 കാശ് ഉണ്ടാക്കണതും നാട്ടുകാരുടെ മുമ്പിൽ ആളാവണതും അച്ഛനവിടെ പിടിക്കണില്ല. അജയചന്ദ്രൻ നായർ ജനിച്ചതും വളർന്നതും ആ ചെറ്റ കുടിലാണെന്ന് എല്ലാരെ കൊണ്ടും പറയിക്കണം. അതുകൊണ്ടാണല്ലോ ഒരു കാറ്റടിച്ച നിലത്ത് വീഴുന്ന സാധനവും കെട്ടിപ്പിടിച്ചോണ്ടൊരു ഭൂതത്തെ പോലെ അവിടെ കഴിയണത്. ആരെങ്കിലും ചോദിക്കുമ്പോൾ അമ്മയെ അടക്കം ചെയ്ത സ്ഥലമാണെന്നൊരു സെന്റിമെന്റ്സ് വെറുതെയാന്ന്. ജീവിച്ചിരുന്ന കാലത്ത് നട്ടും നനച്ചും വളമിട്ടും ചാണകം കോരിയല്ലാതെ എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എടാ നിർത്ത്. ഞാനും എന്റെ ഭാര്യ എങ്ങനെയാ കഴിഞ്ഞെന്നുള്ളതിന് ഈ വയസ്സാം കാലത്ത് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. എന്നാ പിന്നെ നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എങ്ങനെ ചെലവാക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ മോളെ. കുറച്ചു നേരം കൂടി ഇവിടെ നിന്നാല് പിന്നെ ഇങ്ങോട്ട് ഒട്ടും വരലുണ്ടാവില്ല. ഈ മാന്ദ്യം വന്നതിന് ശേഷം ഗൾഫുകാർക്ക് വലിയ പത്രാസൊന്നുമില്ല. ഇവിടെ വന്ന് വലിയ ഗമയില് ജീവിക്കണവര് പലരും അവിടെ കമ്പി വളച്ചും കല്ലും ഒന്നും കാശുണ്ടാക്കിയുള്ള. കമ്പി വളച്ചും കല്ലും ഒന്നും ഇത്രയും കാശുണ്ടാക്കാൻ പറ്റോ ഷാരടി? സംഭാവന ചോദിച്ചു പറഞ്ഞവർക്ക് വാരിക്കോരി കൊടുക്കാന്ന് കേക്കണേ. അതൊക്കെ ട്രിക്കല്ലേ കാണാരാ, നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ. ശരിക്കും ആവശ്യമുള്ള ഒരുത്തൻ സഹായം ചോദിച്ചു ചെല്ലട്ടെ, അപ്പൊ കാണാൻ അവന്റെയൊക്കെ തനി നിറം. ചില്ലി കാശ് കൊടുക്കില്ല. ഷാരടി അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അജേന്ദ്രൻ നായരുടെ അടുത്ത് സഹായം തേടി ചെല്ലുന്ന ഒരാൾ പോലും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. വേഷപ്പാ ഒരു അന്തി. അങ്ങനെയാണെങ്കിൽ എന്താ എന്റെ കാര്യം? എന്താ കാര്യം? ഈ പുത്തൻ പണക്കാർക്ക് സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർ പറഞ്ഞില്ലെങ്കിൽ ഒരു ചൊറിച്ചില്ല. അതല്ല ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട ഷാരടിയെ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? കമ്മ്യൂണിറ്റി ഹാളിന് സംഭാവന കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ സംഭാവന നൽകിയവരുടെ പേര് വെക്കുമ്പോ സ്വന്തം പേര് ഏറ്റവും മുകളിൽ വെക്കണം. അതിന്റെ ഗുണം ആർക്കാ? നാട്ടുകാർക്കാ? കല്ലി കൊത്തിയതുപോലെ കിടക്കില്ലേ അവിടെ പേര്? അതേടാ, അങ്ങനെ എന്റെ മോന്റെ പേര് കല്ലിൽ കൊത്തിവെച്ച പോലെ തന്നെ കിടക്കും. അതവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നാട്ടുകാർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തില്. അങ്ങനെ പറഞ്ഞു പോണ നാവെടുത്ത് വായിലിക്കിട്ടേക്ക്. ഈ നാട്ടിലെ ഒരാളുടെയും സഹായത്തോടെ അല്ല എൻ്റെ മോൻ കാശുണ്ടാക്കണത്. അവനെ ശകാരിക്കാനും ഗുണദോഷിക്കാനും കളിയാക്കാനും ഒരാൾക്കേ അവകാശമുള്ളൂ, അവൻ്റെ അച്ഛൻ അച്യുതൻ നായർക്ക്. വേറെ ആരെങ്കിലും അത് പറയണത് കേട്ടാ അവൻ്റെ മുഖത്ത് ഞാൻ ആട്ടും. കുറെ നാട്ടുകാർ വന്നിരിക്കുന്നു. റേഷൻ വാങ്ങാനുള്ള കാശ് കള്ള് ഷാപ്പിൽ നേർച്ചയിരുന്ന കുറെ എംബോക്കികൾ. അച്യുതൻ നായരെ അന്തി വേണ്ടേ? ദേ ഇരിക്കണില്ലേ ഉപദേശി, അവന്റെ വായിരിക്ക് കമത്ത്. അങ്ങോട്ട് തള്ളി കൊടുക്കണെന്തിനാ? ഞാനല്ലേ ഇവിടെ ഇരിക്കണേ. ഇതെന്താ? രശ്മി തന്നു വിട്ടതാ. ഇത്തിരി ചപ്പാത്തിയും ചിക്കൻ കറി. എനിക്ക് പതിവ് 2 ഗോതമ്പ് ദോശയും ഇത്തിരി ചമ്മന്തിപ്പൊടിയാ. അത് ഇവിടെ ഉണ്ട്. അച്ഛനിവിടെ പട്ടിണി കിടക്കല്ലെന്ന് എനിക്കറിയാം. ഒരു ദിവസം ഗോതമ്പ് ദോശ മാറി കഴിച്ചുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. കഴിക്ക്. ഞാൻ കഴിച്ചോളാം. അച്ഛൻ ഇരിക്കേ. നിന്ന
ഇരുന്ന് സമയം കളയണ്ട, അവളും മോളും കാത്തിരിക്കുന്നുണ്ടാവും. അച്ഛാ, ഇന്ന് ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞൊന്നും അച്ഛൻ മനസ്സിൽ വെക്കണ്ട. അത് മനസ്സിൽ നിന്ന് പോണെങ്കിൽ ഈ പൊതിഞ്ഞു കൊണ്ടുവന്നൊന്നും പോരാ. അന്ന് നീ കൊണ്ടുവന്ന 5000 രൂപയുടെ കുപ്പി ദേവസി എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. ചെന്നെടുത്തോണ്ട് വാ, കൂട്ടത്തിൽ 2 ഗ്ലാസും. എന്നിട്ട് എൻ്റെ ഒപ്പം ഇരുന്ന് 2 എണ്ണം വീശ്. നീ വരൂന്ന് എനിക്കറിയാടാ, അതുകൊണ്ടല്ലേ ഞാൻ പച്ചയ്ക്ക് വന്നത്. എന്നാ പിന്നെ എടുക്കല്ലേ? എടുക്കടാ. ഗുഡ് മോർണിംഗ്. ലക്ഷ്മി, സ്റ്റാൻഡ് അപ്പ്. ഈ സ്കൂളിൽ ചില ഡിസിപ്ലിൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. യു ഷുഡ് നോ ദാറ്റ്. വേ വേ യു ലാസ്റ്റ് വീക്ക്? അമ്മയ്ക്ക് അസുഖം കൂടുതലായിരുന്നു മാം. ഈ ഒരു എക്സ്ക്യൂസ് ലക്ഷ്മി ഈ വർഷം എത്രാമത്തെ പ്രാവശ്യം പറയുന്നതെന്ന് അറിയാമോ? ഗോ ഔട്ട്. ഇന്ന് മുഴുവൻ പുറത്തു നിന്ന് പഠിച്ചാൽ മതി. നാളെ പാരന്റ്സ് വരട്ടെ, ക്ലാസ്സിൽ കയറണോ വേണ്ടേന്ന് എന്നിട്ട് ആലോചിക്കാം. മാം അത് ഷട്ട്. ഒരു മടിയുമില്ലാതെ നുണ പറയാൻ കുട്ടിക്ക് എങ്ങനെ പറ്റുന്നു? കഴിഞ്ഞ വെനസ്ഡേ കുട്ടിയുടെ അച്ഛനും അമ്മയും ബസ്സിൽ കയറി പോണത് ഞാൻ കണ്ടതാണല്ലോ. മകൾക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ളപ്പോൾ മാത്രം അമ്മയ്ക്ക് അസുഖം വരുന്നത് എങ്ങനെയാണെന്ന് അവർ നേരിട്ട് വന്ന് പറയട്ടെ. റെപ്യൂട്ടഡ് ആയ സ്കൂളിൽ PTA ഹെൽപ്പിൽ ഫീസില്ലാതെ പഠിക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവർ പഠിപ്പിനോടെങ്കിലും ജസ്റ്റിസ് കാണിക്കണം. ക്ലിയർ ഫ്രം ദ ക്ലാസ്. I say clear out. Last day we discussed about law of constant proportions. In a compound such as water, the ratio of mass of hydrogen to the mass of oxygen is always 1:8. Whatever the source of water, if 9g of water is decomposed, Ashwati, what are you doing there? ലക്ഷ്മി, അയ്യോ ലക്ഷ്മി, എന്താ ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി എന്ത് പറ്റി? അയ്യോ, മോളെ, ലക്ഷ്മി, എന്ത് പറ്റി? അമ്മയ്ക്കല്ല മാം, ഇവൾക്ക് അസുഖം. പേഷ്യന്റ് ആണെന്ന് സ്കൂളിൽ അറിയണത് ഇവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണോ പറയണത്? പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വേറെ എന്താ വഴി സാർ? മാസാമാസം ഡയാലിസിസിന് കൊണ്ടുപോകുന്നത് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചാ. കോയമ്പത്തൂര് ഭാര്യയുടെ ഒരു ചേട്ടനുണ്ട്, മൂപ്പരുടെ പരിചയത്തിലുള്ള ആശുപത്രിയിലാണ് ചികിത്സ. ഡോക്ടർ എന്താ പറയുന്നത്? കാശുണ്ടെങ്കിൽ ഡോണറുണ്ട്. രക്തം പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും ചേരൂല. ലക്ഷങ്ങളുടെ കാര്യമല്ലേ, എന്നെക്കൊണ്ട് കൂട്ടിയാ കൂടണ്ടേ? ലക്ഷങ്ങളെന്ന് വെച്ചാ എത്ര വേണമെന്നാ? 4-5 ലക്ഷം. സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവന് ആര് തരാനാ ഇത്രയും പണം? ഞാൻ തന്നാലോ? ഡോക്ടറോട് സംസാരിച്ചിട്ട് ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ഇത്രയും പണം എൻ്റെ മകളാണെങ്കിൽ ഞാൻ ചെയ്യില്ലേ? അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി എനിക്ക് മോളെ പോലെയല്ലേ? അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്? ഔദാരിയാണെന്നൊന്നും വിചാരിക്കണ്ട, കടമായിട്ട് കൂട്ടിയാൽ മതി. ഇല്ല സാറേ, മരക്കമ്പനിയിലെ കണക്കെഴുത്ത് പണി കൊണ്ട് ഈ ജീവിതകാലത്തൊന്നും എനിക്കത് തിരിച്ചു തരാൻ കഴിയില്ല. വേണ്ട, ലക്ഷ്മി പഠിച്ച് മിടിക്കുകയെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാനത് തിരിച്ചു മേടിച്ചോളാം, പോരെ? ആവശ്യമുള്ളവന് നൽകുമ്പോഴേ പണത്തിന് വിലയുള്ളൂ എന്ന് പറയാറില്ലേ? ഇപ്പം അതിനാവശ്യം നിങ്ങൾക്ക്. പണമില്ലാത്തതുകൊണ്ട് മോളുടെ അസുഖം മാറാതിരിക്കണ്ട. ഫോട്ടോ നല്ലതൊന്നും ഇരിപ്പില്ല എന്നാ അവള് പറയണത്. പുതിയതൊരെണ്ണം എടുപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഓ ധാരാളം മതി. അങ്ങോട്ട് തന്നിട്ടുള്ള കുറിപ്പില് അവന്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ, നേരിട്ട് അവനെ തന്നെ അയച്ചാലും മതി. അപ്പൊ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിക്കല്ലേ? അതെന്ത് കാര്യം? അല്ല, പെങ്ങളെ എങ്ങനെ പന്തലിൽ നിന്ന് പുറത്തിറക്കി വരണമെന്ന് അജേന്ദ്രൻ നായർക്ക് മറ്റാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. വേണ്ടത് ചെയ്യുമെന്ന് നമുക്കറിയാം. തന്റെ 3% കമ്മീഷനല്ലേ, അതങ്ങ് തരും. അപ്പൊ ഇറങ്ങാം. വരട്ടെ ചെന്നാരെ. അവളെവിടെ? അകത്തുണ്ട്. അജയനോട് നിനക്കൊരു സൂചന കൊടുക്കായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാം അറിഞ്ഞിട്ട് അവനീന്ന് മാത്രം ഒളിപ്പിച്ചു എന്ന് വരുമ്പോ. അവരെ സംഭാവന പിരിക്കാൻ വന്നവരല്ല. ഇനിയുള്ള കാലം മകള് കഴിയേണ്ടത് ആ വീട്ടിലാ. ഇങ്ങനെ പെരുമാറാനായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് പെരുമാറ്റശീലം മാറ്റിയെടുക്കാന്ന് വെച്ചാ ഇത്തിരി കഷ്ട. വേണ്ടി വരും. ആ ചെറുക്കനെ MBA-കാരനാ. എന്നിട്ടും ഈ ഓണം കയറാ മൂലയിൽ വന്ന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചതേ കറവക്കാരൻ അച്യുതൻ നായരുടെ മോളായതുകൊണ്ടൊന്നുമല്ല, അജേന്ദ്രൻ നായരുടെ പെങ്ങളായതുകൊണ്ട് തന്നെ. അപ്പൊ ഇത്തിരി ബഹുമാനം കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ താലി കെട്ടാൻ അജേന്ദ്രൻ നായർ തന്നെ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും. ഇത്
ഈ വക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ മനസ്സറിയണ്ടടാ. എന്താ അവളുടെ മനസ്സിൽ? നിന്നോട് നല്ല നേരം നോക്കി പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അവൾക്കൊരു ചെറുക്കനെ ഇഷ്ടോ? പ്രേമോ ചുറ്റിക്കറങ്ങലോ ഒന്നുമില്ല, ഒരു ഇഷ്ടം. പള്ളിമുക്കിലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് ഇല്ലേ, അവിടെ DTP ചെയ്യണ ചെറുക്കനാ സജീവൻ. ഞാൻ അവനെ കണ്ട് സംസാരിച്ചതാ. അവനാവുമ്പോ നമ്മുടെ നിലയ്ക്കും ചേരും. ഓഹോ, അപ്പൊ എല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് എന്നൊരു കോമാളിയാക്കാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. എന്റെ പെങ്ങൾ എന്നെ അനുസരിക്കും. ഞാൻ നിശ്ചയിച്ച ചെറുക്കനെ തന്നെ അവള് വിവാഹം കഴിക്കും. അത് നടക്കില്ലേട്ടാ. വേണ്ട, കയ്യാങ്കളി വേണ്ട. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ തല്ലാൻ ചേട്ടനെന്നല്ല ആർക്കും അവകാശമില്ല. അവളുടെ കാര്യം തീരുമാനിക്കാനുള്ള പ്രായം അവൾക്കായി. അതെ, എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കണം, ഞാനും. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള തീരുമാനം പറയാം. ഞാൻ നിശ്ചയിച്ചത് സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ നിമിഷം ഇവിടുന്ന്. ഇങ്ങനൊരു പെങ്ങൾ എനിക്ക് വേണ്ട. അച്ചേട്ടാ വേണ്ട. നീയും കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എന്ന് എനിക്കറിയാം. വിശദീകരിക്കാൻ നിൽക്കണ്ട. ശ്രീകരം മോളെ, എന്നാ ഇനി വൈകിക്കണ്ട. ആ പെട്ടിയെടുത്തു. കോളേജിലേക്ക് അവിടെ നിന്നും പോവാലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വരട്ടെ. ഇന്നത്തെ യോഗത്തിന് മാണിക്കോത്ത് അജയചന്ദ്രൻ നായർ കൂടിയുണ്ട്. വിളിക്കാൻ രമേശൻ പോയിട്ടുണ്ട്. അയാൾ കമ്മിറ്റിയിലില്ലല്ലോ, പിന്നെന്തിനാ? ഇത് വെറും കമ്മിറ്റി അല്ലല്ലോ. ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള യോഗല്ലേ. അപ്പൊ അജയചന്ദ്രൻ നായരും കൂടി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റില്ല, അതാ ഞാൻ പറയുന്നത്. പ്രസിഡന്റായ ഞാൻ അറിയാതെയോ? ഇതിലിപ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല എന്റെ രവീന്ദ്ര. കയ്യിൽ കാശുള്ള ഒരാള് ചെലവാക്കാനൊരിടന്തരോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അജയന് താല്പര്യമുണ്ടെന്ന് ശരി തന്നെയാ. എന്ന് വെച്ച് നനഞ്ഞേടെ കുഴിക്കാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട. അയാള് പണ്ട് യുക്തിവാദി ആയിരുന്നില്ലേ സുഗത? ഇപ്പൊ കാശൊക്കെ ആയപ്പോ ദൈവം വേണമെന്നായോ? അതെ, പണ്ടേ നേദ്യച്ചോറ് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച അരി ചാക്കോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലോ ഷാരി താൻ. അത്ര ദ്രോഹമൊന്നും ഒരു യുക്തിവാദി ദൈവത്തോട് ചെയ്യില്ല. തർക്കം വേണ്ട. ഉത്സവം നടത്താൻ ആർക്കും സംഭാവന തരാം. പക്ഷേ അതിന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ അങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറുമെന്ന അഭിപ്രായം പറയണ്ട. അതെ, എത്തിട്ടോ. അജയേട്ടനെത്തി. ഷാരടി ഒന്ന് എഴുന്നേറ്റേ. ഞാനോ? പിന്നല്ലാണ്ട്. ഷാരടി എഴുന്നേക്ക്. ഷാരടി എഴുന്നേറ്റ് അങ്ങനെ മാറ്. അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അജയന്ദ്രൻ നായർ പങ്കെടുക്കുന്ന ഒരു യോഗത്തില് നിങ്ങളില്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? നല്ല കഥ. എന്തേ? എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഉത്സവം നടക്കും. അതിനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെ. ചെറുമംഗലം ക്ഷേത്രത്തിന് ഒരു പാരമ്പര്യമുണ്ട്. അത് 4 പേര് അറിയുന്ന പോലെ തന്നെ ഉത്സവം നടത്തണം. പേരിനൊരു എഴുന്നള്ളിപ്പും മേളവും മാത്രമൊന്നും പോരാ. അതെ, ഒരു ഗംഭീര വെടിക്കെട്ട് സഹിതം ഉത്സവം പൊടി പൊടിക്കണം. അതൊന്നും ഇവിടെ പതിവില്ല. പതിവില്ലാത്തൊന്നും തുടങ്ങിയേക്കേണ്ട കാര്യമില്ല. ഇതാണ് കുഴപ്പം. എല്ലാം ചെറിയ രീതിയിൽ മതി എന്നുള്ള ചിലവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറണം. വെടിക്കെട്ടും മിമിക്രിയും കലാപരിപാടികളൊക്കെ ആയിട്ട് ഉത്സവം അങ്ങോട്ട് കെങ്കേമാവണം. അതിനെന്താ ചെലവെന്ന് വെച്ചാൽ അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരും. അതിന്റെ ആവശ്യമില്ല ജയ. അതിനല്ലേ കമ്മിറ്റിയും പിരിവൊക്കെ. എന്ത് കമ്മിറ്റി? അജയേട്ടൻ തീരുമാനിച്ച ഉത്സവം അജയേട്ടൻ നടത്തും. അതെങ്ങനെ പറ്റും? പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ പ്രസിഡന്റിന്റെ വിയോജന കുറിപ്പോടെ അത് കമ്മിറ്റി തീരുമാനിച്ചു അങ്ങോട്ട് മനസ്സിലാക്കാം. ഉത്സവം നടത്താൻ മറ്റൊരു താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്തിനാ താൽക്കാലിക കമ്മിറ്റി? ഞാൻ ഈ സ്ഥാനത്ത് ഒഴിഞ്ഞാ പോരെ? അതിപ്പോ തന്നെ ആവാം. രവീന്ദ്രനും അജയേന്ദ്രൻ നായരും തമ്മിൽ പണ്ടെന്തെങ്കിലും പ്രശ്നം എന്ന് കരുതി അത് തീർക്കേണ്ട അമ്പല കമ്മിറ്റിയിലല്ല. എടോ കുറുപ്പേ, സകല സ്ഥലത്തും അനാവശ്യമായിട്ട് എടുത്തു വളയ്ക്കുന്ന തന്റെ നാവ് എന്റെ നേരെ നീട്ടിയാലുണ്ടല്ലോ, പ്രായം നോക്കില്ല, അടിച്ച് ചെവിക്കല് ഞാൻ പൊട്ടിക്കും. അപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മാത്രല്ല അജയേന്ദ്രൻ നായർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതെ, അജയൻ അതിനൊന്നും സമയം ഉണ്ടാവില്ല. വലിയ തിരക്കുള്ള ആളല്ലേ. തിരക്കുണ്ട് സുഗത. അമ്പലത്തിന്റെ കാര്യല്ലേ? ഈശ്വര നിശ്ചയം അങ്ങനെ അച്ഛാ ആവാതെ പറ്റുമോ? പ്രസിഡന്റ് അച്ഛാ പ്രസിഡന്റ്. എന്തേ? അത് തന്നെ. ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യൻ അജയേന്ദ്രൻ നായർ തന്നെയാ. സംശയമില്ല. എനിക്ക് സംശയം വേണ്ട. നോക്കിക്കോ, അജയേട്ടൻ ഇനി ഈ നാട്ടിൽ ഒരു പ്രസ്ഥാനമാകാൻ പോവുകയാണ്. മഹാപ്രസ്ഥാനം. നമുക്ക് തന്നെ പിടികിട്ടാത്ത സ്വഭാവമാണ് അച്ഛാ. ഇപ്പൊ ഗൾഫിലായിരുന്നപ്പോ ദിവസവും 2-3 തവണ വിളിക്കുമായിരുന്നു. ലീവിന് നാട്ടിൽ വന്ന എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോ മിണ്ടാനും വീട്ടിലിരിക്കാനും കൂടി നേരമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനീ കഷ്ടപ്പെടുന്നതെന്ന മറുചോദ്യം. വല്ലപ്പോഴും ടൗണിൽ കൊണ്ടുപോയി പേരിന് കുറെ ഐസ്ക്രീമും ഭക്ഷണവും വാങ്ങിച്ചു. അത്യാവശ്യം കാശും സൗകര്യമുള്ള ആളുകൾ അങ്ങനെയാ രശ്മി. മക്കളെയും ഭാര്യയും സ്നേഹിക്കാൻ സമയമില്ല എന്ന് തോന്നുമ്പോൾ അതിനുള്ള എളുപ്പവഴിയല്ലേ പുറത്തേക്ക് കൊണ്ടുപോകലും ഹോട്ടൽ തീറ്റയും.
സ്വന്തം കുടുംബത്തെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉള്ളത് പങ്കിട്ട് കഴിക്കണ സുഖം അതിനില്ലാന്ന് അവർക്കറിയില്ല. എന്താ ഇവളുടെ കല്യാണക്കാര്യം? ചെറുമംഗലം കാവിലെ ഉത്സവത്തിന്റെ പിറ്റേന്ന മുഹൂർത്തം കുറിച്ച് കിട്ടിയിരിക്കണേ. ഒരാഴ്ച മുമ്പ് ഇങ്ങോട്ട് പോന്നോളണം എല്ലാവരും. ഇനി വാശി പിടിച്ച അജയേട്ടൻ വരാതിരിക്കും എടുത്തി? ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ വന്ന് നേരിൽ കണ്ടു പറഞ്ഞോളാം. അങ്ങനെ അറുത്ത് മാറ്റാനുള്ള മനസ്സുറപ്പൊന്നും അവനില്ല. ഈ കുന്നംകുളം ദേശമംഗലം വരവൂര് ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് വെടിക്കെട്ടുകാരാ. ഏക്കർ കണക്കിന് പറമ്പിൽ നേർന്നിങ്ങനെ കിടക്കല്ലേ പലതരത്തിലുള്ള അമുട്ടും ഗുണ്ടും ഡേനയും. ചെല്ലുക, ഏതൊക്കെ തരാ വേണ്ടെന്ന് തീരുമാനിക്കുക, വെടിക്കെട്ടുകാരനെ ഏൽപ്പിക്കുക. അവര് വന്ന് പടപെടാതെ അങ്ങോട്ട് പൊട്ടിച്ചോളൂ. അത് തന്നെയാ നമുക്ക് വേണ്ടത്. നമുക്ക് ആ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന ആള് തന്നെ വേണം. ശരിയാ, അതാവുമ്പോ പറയാനൊരു ഗമയുണ്ട്. ആ പയ്യനാരാന്ന് മനസ്സിലായ? അളിയനാവാൻ പോകുന്ന ആളാ സജീവൻ. പയ്യൻ കാണാൻ തരക്കേടില്ല അല്ലേ? അവൻ എന്ത് ശമ്പളം കാണും? 3500-4000 രൂപ വേണം. എന്ത് 4000 രൂപ? കമ്പനി വക ഫ്ലാറ്റും കാറും 5 ശമ്പളമുള്ള ഒരുത്തിനെയാ അവള് പുല്ല് പോലെ തട്ടിക്കളഞ്ഞത്. ദാ ഇവന് വേണ്ടി. മൊബൈലിന്റെ ഉള്ളിലൂടെയുള്ള പ്രേമല്ലേ, മനസ്സിലങ്ങ് അത്ര കുറച്ചു പോയി കാണും. അതാ സിം എടുത്ത് കളഞ്ഞാൽ തീരില്ലേ? ഒരാളിങ്ങനെ ആട്ടോ ഡ്രൈവർ, വേറൊരുത്തെന്താ പ്രിന്റിംഗ് പ്രസ്സിലെ DTP ഓപ്പറേറ്റർ. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന ഒരു അളിയും പോലും എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അതിനാർക്കും പ്രശ്നമില്ല. അതെ, വീടും കാറും ബംഗ്ലാവും ഒക്കെ നമ്മ വിചാരിച്ചാലുണ്ടാവും. പക്ഷേ നല്ല അളിയന്മാരുണ്ടാവണമെങ്കിൽ പെങ്ങന്മാര് തന്നെ മനസ്സ് വെക്കണം. ശരി.